കലോത്സവ വാർത്തയിലേക്കാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കലോത്സവമല്ല, ഇത് അഭിഭാഷകരുടെ കലോത്സവമാണ്. കൊല്ലത്ത് 3 ദിവസമായി നടന്നു വന്ന അഭിഭാഷകരുടെ അഖില കേരള അഭിഭാഷക കലോത്സവത്തിൽ കൊല്ലം ജേതാക്കളായി. 21 ഇനങ്ങളിലായി 300-ൽ പരം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. സമാപന സമ്മേളനം ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് CB സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ജഡ്ജി സുനിത വിമൽ അവതരിപ്പിച്ച ഭരതനാട്യം വേറിട്ട ഒരു അനുഭവമായി. അഭിഭാഷകരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഭിഭാഷക കലോത്സവം സംഘടിപ്പിച്ചത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കലോത്സവം നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്നു വന്ന കലോത്സവത്തിൽ 30 ബാർ അസോസിയേഷനുകളിൽ നിന്നായി 300 മത്സരാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിൽ 1ാം സ്ഥാനം കൊല്ലവും 2ാം സ്ഥാനം ആറ്റിങ്ങൽ ബാർ അസോസിയേഷനും നേടി. ജഡ്ജിമാർക്ക് മത്സരിക്കാൻ അവസരമില്ല. സമാപന സമ്മേളനത്തിൽ കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ജഡ്ജി സുനിത വിമൽ അവതരിപ്പിച്ച ഭരതനാട്യം വേറിട്ടൊരു അനുഭവമായി. അവരുടെ മുന്നിൽ ഞാനിപ്പം ജഡ്ജിയായിട്ടല്ല നിൽക്കുന്നത്, ഒരു നർത്തകിയായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരുടെയും മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലൊരു കലയുണ്ടാവും. അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാനും അതൊക്കെ പരിപോഷിപ്പിക്കാനും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വളരെ പ്രയോജനപ്രദമാണ്. ഞാൻ അഭിഭാഷകയായിരുന്ന സമയത്ത് ഇത്തരം കലോത്സവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നാലും സന്തോഷം, ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ. എല്ലാ വർഷവും ഇത്തരത്തിൽ അഭിഭാഷക കലോത്സവം നടത്താനാണ് ബാർ അസോസിയേഷനുകളുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊല്ലം.